നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യഭാമയുടെ മകൻ വിഷ്ണു ചെയ്തുവെന്ന് നിങ്ങൾ ആരോപിക്കുന്ന എല്ലാ കുറ്റങ്ങൾക്കും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നിയമം അങ്ങനെയുണ്ടല്ലോ ചന്ദ്രബോസെ. പിന്നെ വിഷ്ണുവിനെ വെറുതെ വിട്ടയച്ചാൽ മാത്രം പോരാ, പോലീസ് അകമ്പടിയോടെ തിരികെ സത്യഭാമയുടെ വീട്ടിലെത്തിക്കുകയും വേണം. പോലീസിന്റെ അധികാരത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായ ധാരണ ചന്ദ്രബോസിനുള്ള സ്ഥിതിക്ക് ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കൂടി പഠിപ്പിച്ചു തരാം ചന്ദ്രബോസിന്. അറസ്റ്റിൽ കഴിയുന്നവർ, അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, ആ കേസുകളിലെ അന്വേഷണ പുരോഗതി, ഇവയൊക്കെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് എന്റെ ടേബിളിൽ എത്തിയിരിക്കണം വിത്തിൻ 24 hours. ഈ മാസത്തെ അല്ല, ചന്ദ്രബോസ് ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണറായി ചാർജ് എടുത്ത അന്ന് മുതലുള്ള കേസ് ഹിസ്റ്ററി. കേടികൾ പോലീസ് ആവുമ്പോഴാണ് ജനത്തിന് കേടിയാകേണ്ടി വരുന്നത്. ഞാനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ ചന്ദ്രബോസിന്റെ റെക്കോർഡ്സ്. വൺ മോർ തിങ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഡെയിലി ബ്രീഫിംഗ് ഉണ്ടായിരിക്കണം ഇവിടെ എല്ലാ ദിവസവും വൈകിട്ട് 6-ന്. ഓരോ 24 മണിക്കൂറിലും പോലീസ് എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നൊക്കെ. ഇറ്റ്സ് എൻ ഓർഡർ. മിസ്റ്റർ ACP, ഒറീസയിൽ ജോലി ചെയ്യുമ്പോ അവിടുത്തെ തീവ്രവാദികളെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട് സബ് കളക്ടറായിരുന്ന ശാലിനി വിഷ്ണു. പിന്നെയാ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും പോലീസും. പുസ്തകത്തിൽ പഠിച്ചത് നാട്ടിൽ നടപ്പാക്കണം ACP. അതിനുവേണ്ടിയാ സർക്കാർ നമുക്കൊക്കെ ശമ്പളം തരുന്നത്. നടത്തിയില്ലെങ്കിൽ നടത്തിക്കും ശാലിനി. സൂപ്പർ കൊലമാസ്. 2 വിസിലും കൂടെ അടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കളക്ടറേറ്റ് ആയിപ്പോയി. മേയറും എന്നോട് സഹകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. കുഞ്ഞുങ്ങൾക്കുള്ള ഉച്ചക്കഞ്ഞി മുതൽ കന്നുകാലികൾക്കുള്ള കാലിത്തീറ്റയിൽ വരെ കോർപ്പറേഷൻ കൈയിട്ട് വാരിയെന്നൊരു ആരോപണമുണ്ട് കോർപ്പറേഷനെ പറ്റി. ഫയലെല്ലാം ഇങ്ങ് കെട്ടിപ്പൊതിഞ്ഞെടുപ്പിക്കണോ? നോ നോ. എന്നുവെച്ചാ സഹകരിക്കുമെന്നോ ഇല്ലെന്നോ? സഹകരിക്കാം. പോലീസുകാരെ പോലെ എനിക്കാരെ പറ്റി മുൻവിധിയൊന്നുമില്ലല്ലോ. സ്വന്തം കാര്യമെന്നോ നീ ഊരിയല്ലടി. സോറി ചിറ്റപ്പ, ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നാ. ഗുഡ്, വെരി ഗുഡ്. പ്രമാദം പ്രമാദമായിരുന്നു. ഇതിനെയാണ് മൂക്ക് കയറിടുക എന്ന് പറയുന്നത്. അവന്റെ ജീവനക്കാരെല്ലാം കൃത്യസമയത്ത് ഹാജരായിരിക്കണം. ജോലി സമയം കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ഇവിടെ ഇരിക്കാൻ പാടില്ല. ഓരോ ദിവസവും നിങ്ങളുടെ ജോലിക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. അത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഓരോരുത്തരുടെയും കുടുംബവും പ്രധാനമാണ്. നല്ലൊരു കുടുംബമുള്ളവർക്കേ നല്ലൊരു ഭരണാധികാരി ആവാൻ പറ്റൂ. അഴിമതി ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ. പഞ്ചായത്ത് ഓഫീസിലെ ഡെയിലി വേജസുകാരായ ജീവനക്കാരൻ ചായക്കാശ് വാങ്ങിക്കുന്നത് പോലെ അല്ല കളക്ട്രേറ്റിലെ പിയൂൺ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു വാങ്ങിക്കുന്ന കൈക്കൂലി. പദവി ഉയരും തോറും കുറ്റം കൂടുതൽ ഗുരുതരമാവും, പ്രത്യാഘാതവും. അഴിമതി, കൈക്കൂലി, സ്വജന പക്ഷപാതം, ഇതൊക്കെ തട്ടിയെടുക്കുന്നത് മറ്റൊരാളുടെ അവസരത്തെയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെയോ കുട്ടിയുടെയോ അവസരമായിരിക്കും. നാളെ നിങ്ങൾ ഇല്ലാതാവുന്ന സമയത്ത്
നിങ്ങളുടെ ഭാര്യ അർഹിക്കുന്ന വിധവാ പെൻഷൻ ഒരാൾ തടഞ്ഞു വെച്ചാൽ എന്തുമാത്രം നിന്ദ്യവും നികൃഷ്ടവുമായിരിക്കും അത്. നമ്മുടേതെന്ന് കരുതി ചെയ്യുമ്പോഴേ ഏതൊരു ജോലിയിലും ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ ജനത്തെ സേവിക്കുന്നില്ല, നമ്മൾ സേവിക്കുന്നത് നമ്മളെ തന്നെയാ. നമ്മൾ തന്നെയാണ് ജനം. ജനത്തിൽ ഒരുവനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ തന്നെ സേവിക്കാൻ സർക്കാർ നമ്മളെ തിരഞ്ഞെടുത്തു, അതിന് ശമ്പളവും തരുന്നു. അതിലും വലിയ കാര്യം എന്താണ്? അതുകൊണ്ട് നല്ലതേ നടക്കാവൂ. വിയോജിപ്പുള്ളവർക്ക് അത് രേഖപ്പെടുത്താം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണിത്. Enough for today. എല്ലാവർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. അപ്പോ കാണാം കളക്ടറെ. കാണണം. അതിനാണല്ലോ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മടങ്ങി വന്നിരിക്കുന്നത്. നന്ദിയുണ്ട് ജഗദീപ്, വിവരങ്ങളെല്ലാം കൃത്യസമയത്ത് എത്തിച്ചു തന്നതിന്. അത് പിന്നെ വിഷ്ണു ആശാൻ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ മാഡം? ആശാനെ സത്യാമ്മേനെ ഇവരൊക്കെ കൂടി കണക്കിന് ദ്രോഹിച്ചു. അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാ ഞാന്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതും. ജോൺ എബ്രഹാമിനെ പറ്റിയുള്ള വിവരങ്ങൾ ജഗദീപ് വിജിലൻസിന് കൊടുത്തതും ഇവിടെ ഒരു വലിയ മാറ്റത്തിന് സഹായിച്ചു. അല്ല, കുടുംബത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മാഡത്തിന്റെ കുടുംബോ? അതെ, ഞാൻ അവിടെ ഒന്ന് വിളിച്ചറിയിച്ചോട്ടെ, ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുത്തെന്ന്. വിഷ്ണു ആശാന് ഭയങ്കര സന്തോഷവും. ആശാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അത്. എന്നെ എപ്പോ കണ്ടാലും ശാലിനി മാഡത്തിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ മനസ്സിൽ മാഡം മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോട്ടെ മാഡം. സമയമായില്ല ജഗദീപ്, ആകുമ്പോ ഞാൻ തന്നെ പറയാം. ശരി, എന്നാ ഞാനങ്ങോട്ട്. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.